ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായത്തിലും ഒരുപാട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പ്രത്യേകിച്ച് ഈയിടെ ഒരു ബൈസിക്കിൾ കിക്ക് ഗോളൊക്കെ അദ്ദേഹം നേടിയിരുന്നു. അത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. നേരത്തെ ഹൊസെ മൊറീഞ്ഞോക്ക് കീഴിൽ റൊണാൾഡോ കളിച്ചിട്ടുണ്ട്. മൊറീഞ്ഞോ ടോക്ക് സ്പോർട്ടിന് നൽകിയ തൻ്റെ പുതിയ അഭിമുഖത്തിൽ റൊണാൾഡോയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത്, നിങ്ങൾ റൊണാൾഡോയുടെ എതിർഭാഗത്താകുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കരുത്, നിശബ്ദത പാലിക്കണം. നിങ്ങൾ അങ്ങനെ വിമർശിച്ചാൽ അത് റൊണാൾഡോയെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക എന്നാണ് മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അതായത്, റൊണാൾഡോയേക്കാൾ മികച്ച താരമാണ് മെസ്സി എന്ന് പലരും പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ റൊണാൾഡോയെ ദേഷ്യം പിടിപ്പിക്കുകയല്ല ചെയ്യുക, മറിച്ച് കൂടുതൽ മോട്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുക എന്നാണ് ഹൊസെ മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇതിഹാസമാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവാത്ത ഒരു ഇതിഹാസമാണ് ക്രിസ്ത്യാനോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്താകുമ്പോൾ നിശബ്ദരായിരിക്കണം. അദ്ദേഹത്തിനെതിരെ മോശമായി പറയാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ അത് അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക. പലരും മെസ്സി റൊണാൾഡോയേക്കാൾ മികച്ച താരമാണെന്ന് പറയുന്നു. അത് റൊണാൾഡോയെ പ്രകോപിപ്പിക്കുകയല്ല ചെയ്യുക. അത്തരത്തിലുള്ള പ്രസ്താവനകളും വിമർശനങ്ങളും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മാനസിക കരുത്ത് അത് വളരെയധികം ഉയർന്നതാണ്. ഇതാണ് ഹൊസെ മൊറീഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. അതായത്, ഇത്തരത്തിലുള്ള വിമർശനങ്ങളും താരതമ്യങ്ങളുമാണ് ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കോമ്പറ്റിറ്റീവ് ആയിക്കൊണ്ട് നിലനിർത്തുന്നത്. ഫുട്ബോൾ ലോകത്ത് വളരെ ലൈവ് ആയിക്കൊണ്ട് നിലനിർത്തുന്നത് ഈ ഒരു പ്രചോദനങ്ങൾ തന്നെയാണ് എന്നൊക്കെയാണ് ഹൊസെ മൊറീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റൊണാൾഡോയും മെസ്സിയും ഇപ്പോൾ രണ്ട് ഭൂഖണ്ഡങ്ങളിലായിക്കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷേ വരുന്ന വേൾഡ് കപ്പിൽ ഇരുവരും ഏറ്റുമുട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.